ഞാൻ നെക്ക് വിത്ത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കാം. നെക്ക് വിത്ത് ഞാൻ 3 കേട്ടോ എടുത്തിരിക്കുന്നത്. നെക്ക് ലെങ്ത്തും 3. ഇവിടെ 3 അടയാളപ്പെടുത്തുക. നമ്മൾ സ്ക്വയർ പോലെ വരയ്ക്കാം. എന്നിപ്പോൾ ഞാനൊരു റൗണ്ട് ഷേപ്പാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി ഇതിന് ചുറ്റും ഒരു ഇഞ്ച് അകലത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇല്ല, കറക്റ്റ് 1 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്ക് ഒരു ലൈൻ വരയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ഈ റൗണ്ട് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ചോക്കൊക്കെ വെച്ച് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ പെർഫെക്റ്റായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ട, ഇതുപോലെ 2 സൈഡും റൗണ്ടായിട്ട് ഇരിക്കണം. ഇനി ഒരു പീസ് തുണിയിൽ നമ്മളൊന്ന് അയൺ ചെയ്ത് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് അരികു ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. കണ്ടോ, ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് എക്സ്ട്രാ നിൽക്കുന്ന ഫാബ്രിക് നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് കളയണം. അരികു ചേർത്ത് കളയുക. പിന്നെ നമ്മുടെ ക്യാൻവാസിന് മുകളിൽ ഇരിക്കുന്ന എക്സ്ട്രാ പീസ് തുണിയും നമുക്ക് കട്ട് ചെയ്യാം. അതിൻ്റെ ആവശ്യകതയില്ല. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇത് നമ്മൾ കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഈ ക്യാൻവാസാണ് ഈ ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. അത് നല്ല വശത്താണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ലൈനിങ് തുണിയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ അരികോട് ചേർന്ന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണം. നല്ല വശത്താണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ആ അരിക് ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ കർവുള്ള ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്റ്റിച്ചുമ്മ തൊടാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാൻവാസ് ഈ ചീത്ത വശത്തേക്ക് ആക്കണം. കാണിച്ചു തരാം. ഇതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ക്യാൻവാസ് ബാക്കോട്ട് മറിച്ചിടണം. എന്നിട്ട് അരികു ചേർത്ത് ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ കഴുത്ത് നല്ലോണം നീറ്റാക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ മറിച്ചിടാൻ നോക്കിയപ്പോഴേ ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് കട്ട് ചെയ്യാത്ത ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി മറിച്ചിടുന്നുണ്ട്. കണ്ടോ,
നമ്മൾ ഇതുപോലെ മറിച്ചിട്ടിട്ട് ആ അരിക് ചേർത്ത് ഒന്നുകൂടി അതിനെ സ്റ്റിച്ച് ചെയ്യാം. ഇനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ നല്ല വശത്തെ തുണി മാറ്റി വെച്ചിട്ട് ഈ ക്യാൻവാസിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ ലൈനിങ് തുണിമേൽ കൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവത്തില്ല.